ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമ്മീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വളരെ ടേസ്റ്റി ആയിട്ടും അതുപോലെ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു വെജിറ്റബിൾ കുറുമയുടെ റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ഇത് നമുക്ക് സൈഡായിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ഓൾ മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, എന്തെങ്ങനെയാണ് തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ വെജിറ്റബിൾ കുറുമ തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുന്ന സമയം അതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും 2 ഏലയ്ക്ക, 3 ഗ്രാമ്പു, ചെറിയൊരു പീസ് അളവിൽ കറുവാപ്പട്ടയും ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഇതുപോലെ ഒരു മീഡിയം സൈസുള്ള സവാള ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും കൂടി ചേർക്കാം. ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ചിട്ട് നമ്മുടെ ഈ സവാള എല്ലാം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ്. ചെറിയ രീതിയിലൊന്ന് വഴണ്ട് കിട്ടിയാൽ മതിയാവും. ഇപ്പോൾ നമ്മുടെ ഈ സവാള എല്ലാം നന്നായിട്ട് നിന്ന് വഴണ്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ്. കൂടുതലാകണ്ട കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ആ ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു പച്ചമണം ഒന്ന് മാറി കിട്ടട്ടെ. ഈ ഒരു രീതിക്ക് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ടുള്ള വെജിറ്റബിൾസ് ചേർക്കാവുന്നതാണ്. അത്യാവശ്യം വലിയൊരു ഉരുളക്കിഴങ്ങിൽ ഒന്ന് ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഉരുളക്കിഴങ്ങ് ചേർക്കാം. കൂടെ തന്നെ 1/2 കപ്പോളം ബീൻസ് ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും കൂടി. മീഡിയം സൈസ് ക്യാരറ്റിൽ ഒരു ക്യാരറ്റും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് ഗ്രീൻ പീസ് ആണ്, ഒരു 1/4 കപ്പ് അളവിൽ ഗ്രീൻ പീസ്. ഇത് വന്നിട്ട് ഫ്രോസൺ ഗ്രീൻ പീസ് ആണ് കേട്ടോ, പെട്ടെന്ന് വെന്ത് കിട്ടും. അതല്ല ഡ്രൈഡ് ആയിട്ടുള്ള ഗ്രീൻ പീസ് ആണെന്നുണ്ടെങ്കിൽ തലേദിവസമേ ഒരു 8 മണിക്കൂർ നമ്മൾ വെള്ളത്തിലേക്കിട്ട് നന്നായിട്ടൊന്ന് കുതിർത്തെടുക്കണം, എന്നിട്ട് വേണം ഇതിലേക്ക് ചേർക്കാനായിട്ട്. ഇത് ഇത്രയും ചേർത്തിട്ട് നല്ല രീതിക്ക് തന്നെ വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി ഇതിലിപ്പോൾ ഏതെങ്കിലും ഒരു വെജിറ്റബിൾസ് നമ്മുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല, നമുക്കത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അതല്ല നമുക്കിതിലിപ്പോൾ ഏതെങ്കിലും വെജിറ്റബിൾസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് നമുക്ക് കോളിഫ്ലവർ ഒക്കെ ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇതിലേക്ക് ചേർക്കാവുന്നതാണ് കേട്ടോ. വെജിറ്റബിൾസൊക്കെ നല്ല രീതിയിലൊന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതിയാവും. ഏകദേശം ഒരു 1-2 മിനിറ്റ് ഞാൻ ഇതൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഒരുപാട് സമയത്ത് വഴറ്റി അതിൻ്റെ കളർ മാറ്റേണ്ട ആവശ്യമില്ല. ഈ ഒരു സമയം നമുക്കിതിലേക്ക് മസാലകൾ ചേർക്കാവുന്നതാണ്. 1/2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർക്കുകയാണ്. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടിച്ചതും കൂടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഇത്രയും ചേർത്തിട്ട് നല്ല രീതിക്ക് നമുക്കെല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ്. നമ്മുടെ മസാലയുടെയൊക്കെ ആ ഒരു പച്ച ടേസ്റ്റ് മാറുന്നവരെ മാത്രം ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ചിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ഈ വെജിറ്റബിൾസ് ഒക്കെ വേകാനും ആവശ്യമായിട്ടുള്ള വെള്ളം കൂടിയാണ്. ഒരു 2 കപ്പ് അളവിലാണ് ഞാനിപ്പോൾ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ നമ്മുടെ എരിവിനും ആവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടി ചേർക്കാം. ഞാനിപ്പോൾ ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി നമുക്ക് ഈ ഒരു സമയം ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടത് ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ നിന്ന് ഒരല്പം കൂടി കുറച്ച് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 5 മിനിറ്റോളം ഇതൊന്ന് അടച്ച് വെക്കുകയാണ്. നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം ഇങ്ങനെയൊന്ന് വേകാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 5 മിനിറ്റോളം ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലുണ്ടായിരുന്ന വെള്ളമൊക്കെ ഏകദേശം ഒന്ന് വറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ വെജിറ്റബിൾസ് നന്നായിട്ട് ഇതിനൊന്ന് വെന്തിട്ടുണ്ട്. അപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് പെട്ടെന്ന് വെന്ത് കിട്ടാനായിട്ട് ചെറിയ പീസാക്കിയിട്ട് നമ്മളൊന്ന് അരിഞ്ഞിടണം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മുടെ വെജിറ്റബിൾസ് നന്നായിട്ടൊന്ന് വെന്ത് കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തേങ്ങാക്കൂട്ടാണ്. മിക്സിയുടെ ഒരു ചെറിയ ജാറിപ്പോൾ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് അളവിൽ ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ വേണം കേട്ടോ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് ഒരു 7-8 അളവിൽ അണ്ടിപ്പരിപ്പും കൂടി. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മുഴുവൻ പെരുംജീരകം കൂടി ചേർക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരല്പം മാത്രം വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല സ്മൂത്തായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഈ ഒരു രീതിക്ക് നല്ല സ്മൂത്തായിട്ട് ഞാനിതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുത്ത തേങ്ങാക്കൂട്ട് നമുക്കിതിലേക്ക് ചേർക്കാവുന്നതാണ്. മിക്സിയുടെ ജാറിലേക്ക് ഒരല്പം വെള്ളം കൂടി ചേർത്തിട്ട് അതും കൂടി ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടാണ് കേട്ടോ നമ്മുടെ ഈ വെജിറ്റബിൾ കുറുമ നമുക്ക് കിട്ടുന്നത്. ഇടിയപ്പത്തിൻ്റെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ, അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഇഷ്ടമുള്ള എന്തിൻ്റെ കൂടെ വേണമെങ്കിലും സൈഡായിട്ട് എടുക്കാവുന്ന നല്ല ബെസ്റ്റ് ആയിട്ടുള്ള വെജിറ്റബിൾ കുറുമയാണ്. അപ്പോൾ നമ്മുടെ ഈ തേങ്ങാപ്പാലൊക്കെ നമ്മുടെ വെജിറ്റബിൾസ് നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ ഇങ്ങനെ ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 2 മിനിറ്റോളം ആയിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് തന്നെ നന്നായിട്ട് നമ്മുടെ ഈ മസാല എല്ലാം നമ്മുടെ ഈ വെജിറ്റബിൾസ് പിടിച്ചിട്ട് നല്ലതുപോലെ തന്നെ നമ്മുടെ വെജിറ്റബിൾ കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ലാസ്റ്റിൽ നമുക്കിനി ചേർത്ത് കൊടുക്കേണ്ടതാണ് ഒരല്പം മല്ലിയില ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്.
ഇനി 1 ടീസ്പൂണിന് അളവിൽ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇനി നല്ല സൂപ്പറായിട്ട് ഇതൊന്ന് സെർവ് ചെയ്യാവുന്നതാണ്. നന്നായിട്ട് നല്ലതുപോലെ കുറുകിയ ചാറോട് കൂടിയിട്ടാണ് നമ്മുടെ ഈ വെജിറ്റബിൾ കുറുമ കിട്ടിയിട്ടുള്ളത്. വളരെ രുചികരമായിട്ടുള്ള ഒരു വെജിറ്റബിൾ കുറുമയാണ് കേട്ടോ. ഈ ഒരു രീതിക്ക് ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കണം. ഞാൻ പറഞ്ഞതുപോലെ എന്തിൻ്റെ കൂടെ നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ള ഒന്നാണ്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാമായിരിക്കുമല്ലോ ഇതിൻ്റെ ടേസ്റ്റ് എന്തുമാത്രമാണെന്ന്. ഇതുപോലൊരു വെജിറ്റബിൾ കുറുമ തയ്യാറാക്കി നോക്കുന്നവരൊക്കെ മറക്കാതെ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിച്ചേക്കണം കേട്ടോ. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാവുന്നത്. എത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാറ് വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.